അനുമോൾക്കെതിരെ ഒരു ജ്യോത്സ്യൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പുള്ളിക്കാരൻ ചില കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചിരിക്കുന്നത്. പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ബിഗ് ബോസിന് മുന്നേ അനുമോൾ പോകുമ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ ആരാണെന്ന് അറിയാതെ അവളുടെ ജാതകം വായിച്ചു കൊടുത്തു. വിവാഹകാര്യം എന്നാണ് എന്ന് അവൾ ചോദിച്ചു. 33 വയസ്സിൽ കല്യാണം നടക്കുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോളാണ് അവൾ പറയുന്നത് ഞാൻ അനുമോളാണ്, ആർട്ടിസ്റ്റാണ്. 33 വയസ്സ് കേൾക്കുമ്പോൾ അനുമോളുടെ നെറ്റി ചുളിഞ്ഞു. അങ്ങനെയല്ലാലോ ഞങ്ങളുടെ കുടുംബ ജ്യോത്സ്യൻ പറഞ്ഞത്. 32.5 വയസ്സിൽ നടക്കുമെന്ന് പറഞ്ഞു. ആ സമയത്ത് നടന്നാൽ ഡിവോഴ്സ് ഉറപ്പായും നടക്കും. അതിൽ അസഹിഷ്ണുത പൂണ്ടു അവൾ നിങ്ങൾ തട്ടിപ്പുകാരനാണോ എന്ന് ചോദിച്ചു. എൻ്റെ സർവീസ് ഫ്രീ ആണ്, ഞാൻ ആരോടും ദക്ഷിണ ചോദിക്കില്ല എന്ന് പറഞ്ഞു. ആ തട്ടിപ്പ് എന്ന വാക്ക് എനിക്ക് വല്ലാണ്ട് അസ്വസ്ഥതയാക്കി. സംസാരത്തിൽ തുടക്കം മുതൽ എനിക്ക് അനുമോളുടെ വാട്സപ്പ് നമ്പർ തന്നു. ഞങ്ങൾ ഒന്നും രണ്ടും പറഞ്ഞു തർക്കിച്ചു. എന്നിട്ട് അവൾ ഇൻസ്റ്റഗ്രാം ബ്ലോക്ക് ചെയ്തു. പിന്നീട് എപ്പോഴോ ഞാൻ അറിഞ്ഞു അനുമോൾ ബിഗ് ബോസിൽ പോകുന്നു എന്ന്. ഉടനെ ഞാൻ വാട്സപ്പിൽ അനുമോൾക്ക് മെസ്സേജ് അയച്ചു. അനുമോൾ ബിഗ് ബോസിൽ പോകരുത്, ഉള്ള പേര് നഷ്ടപ്പെടും, കരിയർ ഇല്ലാണ്ടാവും, ജന്മശനിയാണ് ഉള്ളത്, വാഗ്ദോഷം വന്നാൽ കുഴപ്പമാകും, എങ്ങനെ നിൽക്കണോ എങ്ങനെ കളിക്കണോ എന്ന് തിരുമേനി എന്നെ പഠിപ്പിക്കേണ്ട, നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക് എന്ന് അനുമോൾ പറഞ്ഞു. അതിൽ കലിപ്പ് തീരാതെ ഏതോ ഒരു ചെറുപ്പക്കാരനോട് എൻ്റെ നമ്പർ കൊടുത്തു. പിന്നീട് അവൻ്റെ വക പൂരത്തെറിയാണ്. എൻ്റെ മരിച്ചുപോയ അച്ഛനെ വിളിച്ചു. ഞാൻ അനുമോൾക്ക് മെസ്സേജ് അയച്ചു, നിങ്ങൾ അനുഭവിക്കും. ഇത് പേടിച്ച് അവൾ ഒരു മന്ത്രവാദിയെ കൺസൾട്ട് ചെയ്തു. അങ്ങനെ കിട്ടിയതാണ് ആ കൂടോത്ര പ്ലാച്ചി. അതിൽ നിറയെ സ്തംഭനങ്ങൾ കൊണ്ട് നെഗറ്റീവ് ഊർജം കയറ്റിവെച്ചു. സ്തംഭനം എന്ന് വെച്ചാൽ ആത്മാവിനെ ബന്ധിക്കുക എന്ന പ്രോസസ്. അത് അക്ഷന്തവ്യമാണ്. ഈ സ്തംഭനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എതിർ മത്സരാർത്ഥികളെ സ്തംഭിപ്പിക്കുക. ഒടുവിലെത്തേത് നോക്കുക. അനീഷ് പാസീവായി, ആദില അപ്രതീക്ഷിതമായി എവിക്റ്റായി. ലക്ഷ്മിയുടെയും ജിസേലിന്റെയും അൺഫെയർ എവിക്ഷനാണ്. ഒടുവിലത്തെ ഇര നോറയാണ്. ആര്യന്റെ കാര്യം പറയണമെന്നില്ല. ശൈത്യ, ആര്യൻ, നെവിൻ, അനീഷ്, ആദില എന്നീ മത്സരാർത്ഥികളെ സ്തംഭനം കൊണ്ട് ബന്ധിക്കപ്പെട്ടു. അവർക്ക് ഇനിയൊരു ജോലിയും ചെയ്യാൻ പറ്റില്ല. അവരുടെ ശരീരത്തിൽ നെഗറ്റീവ് എനർജി ഉണ്ട്. ഈ കമന്റ്സ് വായിച്ച ഏതെങ്കിലും കണ്ടസ്റ്റൻസ് ഉണ്ടെങ്കിൽ പരിഹാരം ചെയ്താൽ അനുമോൾക്ക് അത് സാരമായി തിരിച്ചടിക്കും. ആത്മാവിനെ ബന്ധിക്കുക എന്നത് ചെറിയ കാര്യങ്ങളൊന്നുമല്ല. അനുമോൾ സമ്പാദിച്ച പണമൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അവളുടെ അടുത്ത ബന്ധുവിന് ദുർമരണം നടക്കും. ആറ്റിറ്റ്യൂഡ് എങ്ങനെയുണ്ടോ? ഞാൻ അന്ന് പറഞ്ഞത് അവൾ കേട്ടില്ല. ഇന്ന് അവൾക്ക് തലയിൽ മുണ്ടിട്ട് നടക്കണം. പഴയ പർദ്ദ ഉണ്ടല്ലോ, അത് അനുമോൾക്ക് ഉപകരിക്കും. ഇങ്ങനെയായിരുന്നു പുള്ളിക്കാരൻ്റെ പോസ്റ്റ് ഉണ്ടായിരുന്നത്. ഇത് എത്രമാത്രം സത്യമാണ് സത്യവിരുദ്ധമാണ് എന്നൊന്നും എനിക്ക് അറിയില്ല. ഇത് കണ്ടപ്പോൾ നിങ്ങളെ എല്ലാവരെയും അറിയിക്കണമെന്ന് തോന്നി. നിങ്ങൾക്ക് ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന്റെയും മറ്റ് അപ്ഡേറ്റ്സും അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.